ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണിന് കുറച്ച് ചീരത്തോരനും ഒരു മോരുകറിയുമായാലോ? അപ്പോൾ വായോ വീഡിയോയിലേക്ക് നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. അപ്പം നമുക്കിന്ന് രാവിലെ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. അപ്പം പച്ച കളറിലെ ചീരയാണ് കേട്ടോ. നമുക്ക് ചീരയുടെ ഗുണങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഈ ചീരയൊക്കെ നല്ല വൈറ്റമിൻസ് തരുന്ന ഒന്നാണ് കേട്ടോ. ഇതിനകത്ത് അയണൊക്കെ വളരെയേറെ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതാ ചീരയൊക്കെ അരിഞ്ഞിട്ടു, 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സവോള, ഒരു ചെറിയ സവോള എടുത്ത് അതിലേക്ക് അരിഞ്ഞ് ഇടുക. അപ്പോൾ സവോളയും നമ്മൾ അരിഞ്ഞ് തീരാറായിട്ടുണ്ട്. സവോള അരിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തേങ്ങ റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടുന്ന തേങ്ങ, ഒത്തിരി തേങ്ങയൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. പൊതുവേ തോരനൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല രുചിയാണ് നമ്മുടെ ഈ ചീരത്തോരൻ. അങ്ങനെ തോരൻ നമ്മൾ വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ തേങ്ങയൊക്കെ തിരുമുന്നുണ്ട്. ആ തേങ്ങ തിരുമ്മി നമ്മൾ ആ ചീരയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കും. അപ്പം ഞാൻ ഈ ചീരയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണെന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ശകലം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു, തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ ഉള്ളി സവോള അരിഞ്ഞിട്ടത് ഞാൻ കാണിച്ചല്ലോ. അപ്പം ഞാൻ പച്ചമുളകും അരിഞ്ഞിട്ടത് കാണിച്ചു. കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കും കേട്ടോ, നല്ലതായിട്ട്. അപ്പം തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾ ചീരത്തോരൻ, എന്ത് തോരനും, ഇപ്പം ബീൻസ് തോരനാണെങ്കിലും ഈ ഒരു രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തു. അടുത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് കൂടാകുമ്പോഴാണ് കടുക് കൊടുക്കുന്നതെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം. അപ്പം ഞാൻ അതുപോലെ തന്നെ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഓരോന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി ആക്രാന്തം കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. എന്താണെന്ന് ചോദിച്ചാൽ, നന്നായിട്ട് എണ്ണ അങ്ങ് ചൂടാക്കുന്നതിന് മുന്നേ കടുക് അങ്ങ് എടുത്തിട്ടു. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആകുന്നത് കേട്ടോ നമ്മുടെ കടുക് പൊട്ടാനായിട്ട്. അപ്പം നിങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ മാത്രമേ കടുകിട്ട് കൊടുക്കാവുള്ളൂ. എനിക്കിതൊരു അബദ്ധം പറ്റിപ്പോയതാണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. നമ്മളപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാം മുഴുവനായിട്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ അവനെ അങ്ങ് മൂടി വെക്കുക കേട്ടോ. നമ്മുടെ ചീര അവിടെ നിന്ന് വേകട്ടെ. അന്നേരത്തേനും നമുക്ക് നമ്മുടെ മോര് കറി റെഡിയാക്കാം. ഇതാ ഒരു 1/2 പാക്കറ്റ് മോരാണ് ഞാൻ എടുത്തേക്കുന്നത്. 1/2 ലിറ്ററാണ് കേട്ടോ. 1/2 പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റാണത്. അപ്പം ഞാനിതാ പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിത് മിക്സിയിലൊന്നും ഇട്ട് അടിച്ചല്ല എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് നമ്മുടെ ബീറ്റ് ചെയ്യുന്ന ഉപകരണം ഉണ്ടല്ലോ, അത് വെച്ചാണ് ഞാൻ ബീറ്റർ കേട്ടോ. നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമല്ലോ മുട്ടയൊക്കെ, അതിന് ആ സാധനം വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഇതാക്കി എടുക്കുന്നത്, അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചൊന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാനൊന്ന് ഇളക്കി, അതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഞാനങ്ങനെ അത് നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ അടിച്ച് നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ. നിങ്ങളിങ്ങനെ ആക്കി എടുത്താൽ, മിക്സിയിലിട്ട് അടിച്ചാൽ അതിൻ്റെ ആ കൊഴുപ്പ് പോവും, അതാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്ടി അടുപ്പിൽ വെക്കുക, എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, എണ്ണയുടെ അടപ്പ് ശരിക്കും അടഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ തുള്ളി പോകുന്നുണ്ട്. ഞാനിതുകൊണ്ട് സൂക്ഷിച്ചാണ് ഒഴിച്ചത് കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞിട്ട് അടപ്പടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കടുകിട്ട് കൊടുത്തു. അടുത്ത് നമുക്ക് ഇച്ചിരി സവോള, ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ, ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. നമുക്ക് കടുക് മൂപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ ഇതൊക്കെ. ഇന്ന് ഞാൻ സ്പീഡിൽ റെഡിയാക്കി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്പീഡിൽ ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. 2 വറ്റൽമുളക് അത് 2ആയിട്ട് മുറിച്ച് 4 പീസാക്കി ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
കൂടത്തിൽ കുറച്ച് ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ജീരകം കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ തൈര് നമ്മൾ നന്നായിട്ട് കട്ടയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്ന തൈര് നമ്മൾ ഈ മൂത്ത കടുകും ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ച് ഈ ഒരു താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് മോരുകറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഈ ഒരു മെത്തേഡിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് കൂട്ടുകാരെ. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. അപ്പം നമ്മുടെ തൈര് അത് ഒത്തിരി തിളയ്ക്കുവാനൊന്നും പാടില്ല കേട്ടോ. തിളച്ചാൽ പിന്നെ തൈര് പിരിഞ്ഞു പോകും. അപ്പം നമ്മുടെ മോരുകറിയും ചീരയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.